എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഇതിൽ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് ഓരോ ശിലായുഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇതിൽ പ്രാചീന ശിലായുഗത്തിലാണ് പരുക്കങ്കല്ലുകൾ ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ശിലായുഗം എന്ന് പറഞ്ഞാൽ മധ്യശിലായുഗത്തിലാണ് ഈ മൃഗത്തോലുകളും മരത്തോലുകളും ഇലകളും വസ്ത്രങ്ങളാക്കിയത്. ഇനി നവീന ശിലായുഗത്തിലാണ് മനുഷ്യരെന്താ കൃഷി ആരംഭിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ബി ക്വസ്റ്റ്യനാണ്, കൃഷിയുടെ ആരംഭം മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി സമർത്ഥിക്കുക. അപ്പോൾ കൃഷിയുടെ ആരംഭം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. ഇനി അത് മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ, സ്ഥിരവാസം കൊണ്ട് മനുഷ്യരിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ഇതൊക്കെയാണ് കൃഷിയുടെ ആരംഭത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ലേയിൽ ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക. ബുദ്ധിയുള്ള മനുഷ്യർ, ഉപകരണ നിർമ്മാതാക്കൾ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഇതൊക്കെയാണ് 3 സവിശേഷത എന്നുള്ളത്. ഏതൊക്കെ മനുഷ്യവർഗമാണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധിയുള്ള മനുഷ്യർ ഹോമോ സാപ്പിയൻസ്, ഉപകരണ നിർമ്മാതാക്കൾ ഹോമോ ഹാബിലിസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ ഹോമോ ഇറക്റ്റസ്. ഇതൊക്കെയാണ് അവർ ഉൾപ്പെടുന്ന മനുഷ്യവർഗങ്ങൾ കേട്ടോ. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം കണ്ടെത്തി എഴുതുക. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. ഹോമിനിഡുകളിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനോയിഡുകൾ രൂപപ്പെട്ടത്. ഹോമോയുടെ ഉപവിഭാഗമാണ് ആസ്ട്രലോപിത്തേക്കസ്. ആധുനിക മനുഷ്യൻ്റെ വർഗമാണ് ഹോമോ ഹാബിലസ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. അതായിരുന്നു ഉത്തരം. ഓപ്ഷൻ ബി ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. തന്നിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്രത്തിൻ്റെ ഘടകമാണ്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സ്ഥിരം സ്ഥാപനമാണ് പരമാധികാരം വിനിയോഗിക്കുന്നത്. ഈ ഏജൻസിയിലൂടെയാണ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു സ്ഥിരം സ്ഥാപനമാണ്. അതാണ് ഉൾപ്പെടാത്തത് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളാണിത്. ഇതിലേതെങ്കിലും ഒരു ഘടകം പഠിച്ചിട്ട് എഴുതാം കേട്ടോ. അതിനെക്കാരണം ഇഷ്ടമുള്ളത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് എഴുതാമെന്ന് വെച്ചാൽ എഴുതാം. ഇതിൽ ചിത്രം നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കുക. ഈ ചിത്രത്തിൽ കുറച്ച് ഓപ്ഷൻസ് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ആർട്ടിക് വൃത്തമുണ്ട്, അതിൻ്റെ ഉത്തരമില്ല. ഉത്തരധ്രുവം 90 ഡിഗ്രി വടക്ക്, അന്റാർട്ടിക് വൃത്തം സ്ഥലം വിട്ടിരിക്കുകയാണ്. ദക്ഷിണായന രേഖ അതും ഫില്ല് ചെയ്യണം. ഉത്തരായന രേഖ 23 ഡിഗ്രി വടക്ക്. ഭൂമധ്യരേഖ ഡിഗ്രി തന്നിട്ടില്ല. ആർട്ടിക് വൃത്തം ഈ 4 ആർട്ടിക്, അന്റാർട്ടിക്, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ ഉണ്ട്. ഭൂമധ്യരേഖ ഇതിൻ്റെ ഒക്കെ ഡിഗ്രി ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കാണിച്ചിട്ട്. ആർട്ടിക് വൃത്തത്തിൻ്റെ അവിടെ 66 ഡിഗ്രി തെക്ക്. അന്റാർട്ടിക് വൃത്തത്തിൻ്റെ അവിടെ 66 ഡിഗ്രി തെക്ക്. ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്ക്. ദക്ഷിണായന രേഖ 23 ഡിഗ്രി തെക്ക്. ഭൂമധ്യരേഖ അറിയാലോ 0 ഡിഗ്രിയാണ്. പിന്നെ ഏതൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെടുന്ന പേരാണ് അസംബ്ലി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. എല്ലാവരും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ആൻസർ ചെയ്യാട്ടോ. പഠിച്ചു പോവാം. ഒരുവിധമൊക്കെ ഉണ്ടാവും. മോഡലല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.